ഹായ് ഫ്രണ്ട്സ്, എ ബി തോട്ട്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ്. കാരണം പലപ്പോഴും പലരും പറയുന്നതായി കാണാം, അതെനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. സങ്കടങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ജോലി ഭാരങ്ങൾ എന്നെ തേടിയെത്തുന്ന സമയത്ത്, സുഹൃത്തുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്ന്, അതുപോലെ തന്നെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്ന് അവഗണന നേരിടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാറില്ല എന്ന് പലപ്പോഴും പലരും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത് പറഞ്ഞു വന്നത്, എന്താണ് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നിടത്ത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, ഒരു കുതിരവണ്ടിയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് നിയന്ത്രിക്കലല്ല. ഒരു കുതിരവണ്ടിയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് നിയന്ത്രിക്കുക എന്നതല്ല, മറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയെ നിയന്ത്രിക്കാൻ നമ്മൾ പ്രാപ്തനാവുക എന്നതാണ് ഒരു കുതിരവണ്ടിയെ നിയന്ത്രിക്കുക എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാനിത് പറഞ്ഞത്, നമ്മളെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ, പ്രശ്നങ്ങളില്ലെങ്കിൽ, നമ്മളുടെ മനസ്സ് നിയന്ത്രിതമാണെങ്കിൽ ഒരിക്കലും നമുക്കതിന് നമ്മളുടെ മനസ്സ് നിയന്ത്രിതമാണ് എന്ന് പറയാൻ സാധിക്കില്ല. പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ക്ഷമയും അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായ, ജീവിതത്തിൽ എടുക്കേണ്ടതായ ഒരു ഡിസിഷൻ മേക്കിങ്ങും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നെങ്കിൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കേണ്ടത്, കുതിരയെ നിയന്ത്രിക്കുക എന്നുള്ളത് കുതിരയെ കെട്ടിയിട്ട് നിയന്ത്രിക്കുക എന്നല്ല. ആ ഓടുന്ന കുതിരയുടെ കടിഞ്ഞാന് പിടിച്ച് അതിനെ ശരിയായ ദിശയിലൂടെ കൊണ്ടുപോവുക എന്നതാണ് ഒരു കുതിര സവാരിക്കാരന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, നമ്മളെ പലരും അവഗണിച്ചെന്ന് വരാം. എന്നാലും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഓരോ സമയത്തും ഓരോ പാഠവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിനെ മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് നമുക്ക് പോവാൻ സാധിക്കുന്ന സമയത്താണ് നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത്. അത്തരമൊരു സക്സസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.